പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. ഈ ദിവസം ഒരു വിശേഷപ്പെട്ട ദിവസമായി ലോകം മുഴുവനും ആഘോഷിക്കുന്നു. എന്താണെന്നറിയാമല്ലോ? ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആയി ആഘോഷിക്കുന്നു. അതിനാൽ സ്നേഹം വെളിപ്പെടുത്താനായി സമ്മാനങ്ങൾ കൊടുക്കുന്നു, കാർഡുകൾ അയക്കുന്നു. ഇതെല്ലാം നാം ലോകം മുഴുവനും കാണുന്നു. ആരെയാണ് സ്നേഹിക്കുന്നത്? നമ്മെ ആരാണ് സ്നേഹിക്കുന്നത്? അവർക്ക് നമ്മുടെ സ്നേഹത്തെ കാണിക്കുന്നു. ഈ ലോകത്തിൽ കാണിക്കുന്ന എല്ലാ സ്നേഹവും ആദ്യമൊക്കെ നന്നായിട്ടുണ്ടാവും. ചില ദിവസങ്ങൾക്ക് ശേഷം അതെല്ലാം മാറി വേർപിരിഞ്ഞു പോകുന്നതാണ് കാണുന്നത്. സ്നേഹം ശാശ്വതമായിട്ടില്ല. എന്നാൽ നമ്മെ വാസ്തവത്തിൽ സ്നേഹിക്കുന്ന, നമ്മുടെ മേൽ യഥാർത്ഥ സ്നേഹമുള്ള ഒരു സ്നേഹനാഥനുണ്ട്. ആ നാഥനെപ്പറ്റി ഉത്തമഗീതം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. ഉത്തമഗീതം 6:3 വായിച്ചാൽ, ഞാൻ എന്റെ പ്രിയനുള്ളവൻ, എന്റെ പ്രിയൻ എനിക്കുള്ളവൻ എന്ന് ഒരു സ്ത്രീ പറയുന്നതായി കാണുന്നു. പ്രിയൻ എന്നാൽ കർത്താവായ യേശു ക്രിസ്തു. ബിലവഡ്, എന്നെ സ്നേഹിക്കുന്നവൻ, എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ ദാനം ചെയ്തവൻ, രക്തം ചൊരിഞ്ഞവൻ, അവൻ എന്റെ പ്രിയപ്പെട്ടവൻ. എന്റെ ആത്മാവിന് സ്വന്തമായിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവനാണ് അവൻ. ഞാൻ അവനുള്ളവളാണ് എന്ന് പറയുന്നു. ഇതാണ് യഥാർത്ഥ സ്നേഹം. യേശുവിന്റെ സ്നേഹം ഒരിക്കലും മാറുകയില്ല. യേശുവിന്റെ സ്നേഹത്തിൽ കുറവ് കാണാൻ ഒരിക്കലും സാധിക്കില്ല. മനുഷ്യരുടെ സ്നേഹം കുറയുന്നതായി കാണാം. എനിക്കൊരു മകളെ അറിയാം. വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടിയുമുണ്ട്. ഭർത്താവ് അവളെ വേണ്ട എന്ന് വിട്ടിട്ട് പോയി. അവളുടെ മനസ്സ് തകർന്നു. അവൾ തന്റെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു. കോടതിയിൽ ചെന്ന് നിന്നപ്പോൾ ജഡ്ജി ഭർത്താവിനോട് ചോദിക്കുകയുണ്ടായി, രണ്ടുപേരും ഇഷ്ടപ്പെട്ടിട്ടല്ലേ വിവാഹം കഴിച്ചത്? അയാൾ പറഞ്ഞു, ഇഷ്ടപ്പെട്ടിട്ടാണ് വിവാഹം കഴിച്ചത്. 7 വർഷം സ്നേഹിച്ചതിന് ശേഷമാണ് ഞാൻ അവളെ വിവാഹം കഴിച്ചത്. പിന്നെന്തുകൊണ്ടാണ് വേണ്ടെന്ന് പറയുന്നത്? നിങ്ങൾ ഭാര്യയെ സംശയിക്കുന്നുണ്ടോ? അയാൾ പറഞ്ഞു, ഇല്ല, അവൾ പരിശുദ്ധയാണെന്ന് എനിക്കറിയാം. പിന്നെന്താണ് അവളെക്കുറിച്ചുള്ള പ്രശ്നം? എന്താണ്? ഒരു പ്രശ്നവുമില്ല. പിന്നെന്താ വേണ്ടെന്ന് പറയുന്നേ? എനിക്കവളെ വേണ്ട. ഇങ്ങനെ ഒരു കാരണവുമില്ലാതെ സ്നേഹിച്ച് വിവാഹം കഴിച്ചവൻ തന്നെ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. സ്നേഹത്തിന് മാറ്റമുണ്ടായി. 7 വർഷം വിടാതെ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവൻ ചില മാസങ്ങൾക്ക് ശേഷം പറയുന്നു, എനിക്കവളെ വേണ്ട എന്ന്. ഇതാണ് മനുഷ്യരുടെ സ്നേഹം. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹം ഒരിക്കലും മാറാത്തതാണ്. എത്ര വർഷങ്ങളായാലും അത് മാറില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ പറയാം, എന്റെ പ്രിയൻ യേശു. യേശുവാണ് എന്റെ പ്രിയപ്പെട്ടവൻ, എന്റെ പ്രിയൻ. ഞാൻ അവന്റെ സ്വന്തമാണ്. യേശു എന്റെ സ്വന്തമാണ്. ഞാൻ യേശുവിന് സ്വന്തമാണ്. എന്നെ യേശു സ്നേഹിക്കുന്നു. യേശു എന്നെ അധികമായി സ്നേഹിക്കുന്നു. ഒരു മണവാട്ടിയെപ്പോലെ എന്നെ സ്നേഹിക്കുന്നു. യേശുവാണ് എന്റെ ആത്മപ്രിയൻ എന്ന് പറഞ്ഞു നോക്കൂ. മനസ്സിൽ വലിയൊരു സന്തോഷമുണ്ടാകും. ഇന്ന് ദൈവത്തെ നോക്കി പറയൂ, ദൈവമേ, അങ്ങാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു നോക്കൂ. മനസ്സിൽ വലിയൊരു സന്തോഷമുണ്ടാകും. സ്നേഹം അധികമാകും, വാത്സല്യം അധികമാകും. ദൈവത്തോടൊത്ത് നിങ്ങൾക്ക് സന്തോഷത്തോടെ ഇരിക്കാം. ലോകത്തിലെ സ്നേഹം മാറും, പക്ഷേ ദൈവത്തിന്റെ സ്നേഹം മാറില്ല. ഇപ്പോൾ പറയാമോ, ദൈവമേ, അങ്ങയുടെ സ്നേഹം മാറാത്തതാണ്. അങ്ങെന്റെ പ്രിയനാണ്. ഞാൻ അങ്ങേക്ക് പ്രിയപ്പെട്ടവനായി, അങ്ങേക്ക് പ്രിയപ്പെട്ടവളായി എന്നെ സമർപ്പിക്കുന്നു. ഞാൻ അങ്ങയുടേതാണ്, അങ്ങ് എനിക്കുള്ളതാണ്. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.